ഞാൻ എഴുതാൻ ആഗ്രഹിച്ച ഒരു പുസ്തകമാണ് ഛത്രപതി. അങ്ങനൊരു നാടകം, ശിവജിയെ മുഖ്യ കഥാപാത്രമാക്കിയ ഒരു നാടകം എഴുതണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഞാൻ എഴുതുന്ന നാടകങ്ങളെല്ലാം കേരളത്തിൽ വേദികളിൽ അവതരിപ്പിക്കപ്പെടുകയും അതിനൊരു പ്രൊഡ്യൂസർ ഉണ്ടായിരിക്കുകയും വേണം. ഇപ്പൊ ഛത്രപതി എന്ന പേരിൽ ശിവജിയുടെ ഒരു നാടകം ഇറങ്ങിയാൽ അതിന് നിർഭാഗ്യവശാൽ പ്രൊഡ്യൂസറെ കിട്ടില്ല. കുഞ്ഞാലി മരയ്ക്കാർക്ക് കിട്ടും, ടിപ്പു സുൽത്താന് കിട്ടും, തുടങ്ങി എത്രയോ നാടകം. ഞാൻ ഇവിടെ പറഞ്ഞത് ശരി 375 നാടകങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ്. കേരളത്തിലെ ഒട്ടുമുക്ക പ്രൊഫഷണൽ സംഘങ്ങൾക്കുമായിട്ട് കഴിഞ്ഞ 40 വർഷമായി നാടകം എഴുതുന്ന ഒരാളെന്ന നിലയിൽ ഒരു വർഷം 10-11 നാടകമൊക്കെ എഴുതിയ വർഷങ്ങളുണ്ട്. അങ്ങനെയുള്ള അത്ഭുതങ്ങളും അഹങ്കാരങ്ങളും കാണിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. ഈ ശിവജി എഴുതാൻ വേണ്ടി അദ്ദേഹത്തെ പറ്റി പഠിക്കുകയും ആഗ്രഹിക്കുകയും പലരോടും പറയുകയും ഒക്കെ ചെയ്തപ്പോൾ അതൊരു സംഘപരിവാർ നാടകമായി പോകും. ഈ നാടകങ്ങളെല്ലാം അവതരിപ്പിക്കുന്നത് ക്ഷേത്രങ്ങളിലാണ്. ഒരു നാടകം അതിൻ്റെ ഏതാണ്ട് 70% അവതരിപ്പിക്കുന്നതും ക്ഷേത്രങ്ങളിലാണ്. നാടകക്കാരൻ ക്ഷേത്രങ്ങളോട് ചെയ്തിട്ടുള്ള ചതി എന്ന് പറഞ്ഞാൽ അതിനപ്പുറം വേറെ ആരും ചെയ്തിട്ടുമില്ല. ക്ഷേത്രത്തിലെ ഭാരവാഹികൾ കാശ് പിരിച്ച് ഞങ്ങൾക്ക് നാടകക്കാർക്ക് തരുമ്പോൾ ഞങ്ങൾ ആ ക്ഷേത്രത്തിൽ ചെന്ന് നിന്നുകൊണ്ട് ഭഗവാൻ കാലുമാറുന്നു എന്ന് പറയും. അത്തരം ഒരുപാട് അപകടങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ ജനകീയ കലകളെല്ലാം അങ്ങനെ ചെയ്തിട്ടുള്ളത് അതൊരു കലാകാരൻ്റെ സ്വാതന്ത്ര്യമാണെന്നൊക്കെ നമ്മൾ വെറുതെ അഹങ്കാരവും അഹന്തയൊക്കെ പറയും. അപ്പോഴാണ് എനിക്ക് ഈ പുസ്തകം പ്രകാശനം ചെയ്യാനുള്ള ഭാഗ്യം ബഹുമാന്യനായ NR മധു സാറ് വിളിച്ചു തരുന്നത്. എൻ്റെ 40 വർഷത്തെ സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെ വഴിയിൽ ഈ നിമിഷങ്ങളെ ഞാൻ ഹൃദയത്തിൽ ചില്ലിട്ട് സൂക്ഷിക്കും. ഈ നാടകം അവതരിപ്പിക്കണം. ഈ നാടകം അതിൻ്റെ എല്ലാ ഭംഗിയോടും വൃത്തിയോടും കൂടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അവതരിപ്പിക്കാൻ വേണ്ട ശ്രമം കേസരിയുടെയും ഈ സംഘാടകരുടെയും ഭാഗത്തു നിന്നുണ്ടാകണം. വളരെ ഇത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും കാണും. അത്ര മെനക്കെട്ട് എഴുതിയൊരു നാടകമാണ്. ഇതിനകത്ത് ഞാൻ ആ നാടകത്തിലേക്കൊന്നും പോകുന്നില്ല. നാടക പരിചയം ഈ നന്ദേട്ടനും ആ നാടകത്തെ പറ്റി ചിലതൊക്കെ പറഞ്ഞു, നാടകത്തെ പറ്റി പരിചയപ്പെടുത്തിയ ആൾ പറഞ്ഞു. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഞാനത് വളരെ ശ്രദ്ധയോടുകൂടി വായിച്ചു. അപ്പോൾ ഞാൻ ആഗ്രഹിക്കുകയും കൊതിക്കുകയും ചെയ്ത ഒരു നാടകം മറ്റൊരാൾ ഇത്രയും ഭംഗിയായി എഴുതിയതിലുള്ള അസൂയ എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്നലെയാണ് മധുചേട്ടനെ പറ്റി അറിയുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, അദ്ദേഹം വളരെ ശ്രദ്ധേയനായ എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമാണ്. എന്തുകൊണ്ടോ ഈ ഞാൻ ഒരു 16 മണിക്കൂറൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. എപ്പോഴും എൻ്റെ നന്ദേട്ടൻ്റെ പുസ്തകം എൻ്റെ കിട്ടില്ല. ഞാൻ അത്ഭുതപ്പെടുകയായിരുന്നു നിങ്ങൾ ആ പുസ്തകം അവതരിപ്പിക്കപ്പെട്ടപ്പോഴേ. അങ്ങനെ ഒരു ചരിത്ര ദൗത്യം നിർവഹിച്ചു പോകുന്ന ഒരു പുസ്തകം വായിക്കാതെ പോവുക എന്ന് പറയുന്ന ഒരു ദാരിദ്ര്യം എൻ്റെ സാംസ്കാരിക ജീവിതത്തിൽ ഉണ്ടാവുക, അതൊരു വലിയ ദാരിദ്ര്യമാണ്. ഇത്തരം പുസ്തകങ്ങൾ, ഇത്തരം വിഷയങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യുന്ന ഇവരെയൊക്കെ മാർജിനലൈസ് ചെയ്യാൻ വേണ്ടി ചിലർ വളരെ ബോധപൂർവമായി ശ്രമിക്കുകയും അത്തരം ശ്രമങ്ങൾ വളരെ മുഖ്യധാരയിൽ നിൽക്കുകയും നിങ്ങളൊക്കെ പറയുന്നത് തമസ്കരിക്കപ്പെടുകയും ചെയ്യുന്നത് കൊണ്ടാണ് നന്ദേട്ടനെ പോലുള്ളവർ ഇങ്ങനെ കേരളത്തിൻ്റെ 2.5 ലക്ഷം വീടുകളിൽ എത്തിയ ഒരു പുസ്തകമാണ്. 2.5 ലക്ഷം വീടുകളിൽ ഒരു പുസ്തകം എത്തുക എന്ന് പറയുമ്പോൾ എത്ര ലക്ഷം ആൾക്കാരാണ് പുസ്തകം വായിക്കുന്നത്? നമ്മൾ ആ 2.5 ലക്ഷത്തിൻ്റെ കണക്കല്ല അതിന് വെക്കേണ്ടത്. അങ്ങനെ വായിക്കപ്പെട്ട ഒരു പുസ്തകം ഇത്രയും 40 വർഷമായി സാംസ്കാരിക പ്രവർത്തനം നടത്തുക, ഞാൻ വായിച്ചില്ല കണ്ടില്ല എന്ന് പറയുന്നത് എൻ്റെ ദാരിദ്ര്യം എന്നല്ലാതെ എന്താ പറയുക? ഞാൻ കുറ്റബോധം കൊണ്ട് ശിരസ് കുലിച്ചു പോവുക. ഉറപ്പായും ഞാൻ ആ പുസ്തകം വായിക്കുകയും നന്ദേട്ടനെ വിളിക്കുകയും ചെയ്യും. ഞങ്ങൾ അടുത്തടുത്ത് താമസിക്കുന്നവരുമാണ്, പന്തളംകാരനാണ് ഇവരെല്ലാം. ഞാനിവിടെ വരുമ്പം എല്ലാവരും എൻ്റെ നാട്ടുകാർ, ഞങ്ങൾ എല്ലാം അടുത്തടുത്ത്.
ഒരു കാലഘട്ടത്തെ ഞങ്ങളെയൊക്കെ വല്ലാതെ മോഹിപ്പിച്ച ഒരു നടി ഞാൻ മാത്രമല്ല. നിങ്ങളെ ഞങ്ങളുടെ ഹൃദയത്തിൽ ചില്ലിട്ട് പ്രതീക്ഷിച്ചേക്കില്ല. ഞാനത് ഞങ്ങളൊക്കെ ആ കാലത്തിറങ്ങിയ എല്ലാ സിനിമകളും കാണുന്ന ഈ അച്ഛൻ്റെ മാജിക് വരെ ഞാൻ കണ്ടിട്ടുണ്ട്. മാവേലിക്കര കേളിയിൽ വന്ന് മാജിക് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളതല്ല, ഞങ്ങളതൊക്കെ കണ്ടിട്ടുള്ളതാണ്. ഇപ്പം നാടകം എന്ന് പറയുന്ന ഏറ്റവും പഴക്കം ചെന്ന ഒരു കലയിൽ ഞാൻ നമ്മുടെ ബഹുമാന്യനായ ഷാബു പ്രസാദുമായിട്ട് ഒരു 1.25 മണിക്കൂർ സംസാരിച്ചു. എനിക്ക് സംസാരിക്കാനുള്ളത് കേസരിയിലൂടെ ഞാൻ ആരാണ് എന്ന് ബോധ്യപ്പെടുന്ന, ഞാൻ KPSCക്ക് നാടകം എഴുതുന്ന ഒരാളാണ്. ഞാൻ പാലാ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന അച്ഛന്മാര് നടത്തുന്ന സംഘത്തിന് നാടകം എഴുതുന്ന ഒരാളാണ്. ഞാൻ ഒപ്പം തന്നെ അസീസിക്ക് നാടകം എഴുതുന്ന ഒരാളാണ്. ഞാൻ ഒപ്പം തന്നെ രാജൻ പി ദേവന് നാടകം എഴുതുന്ന ഒരാളാണ്. ഞാൻ ഒപ്പം തന്നെ കാളിദാസ കലാകേന്ദ്രത്തിലെ മുകേഷിന്റെ ടീമിന് വേണ്ടി നാടകം എഴുതുന്നവരാണ്. ഇങ്ങനെ ഞാൻ എല്ലാവർക്കും വേണ്ടി നാടകം എഴുതും. അപ്പം എൻ്റെ മുന്നിൽ എപ്പോഴും ഒരു പ്രൊഡ്യൂസർ, അവരുടെ ഒരു ചിന്തയുണ്ട്. KPSCക്ക് വേണ്ടി നാടകം എഴുതുമ്പോൾ അവരുടെ ഒരു ചിന്ത എന്നെയും സ്വാധീനിക്കും. അവർ ആവശ്യപ്പെടുന്ന രീതിയിൽ നാടകം എഴുതാൻ വിധിക്കപ്പെട്ട ഒരാളാണ്. ഈ മധുചേട്ടനെ സംബന്ധിച്ചിടത്തോളം ഒന്നും അങ്ങനെ ബാധിക്കുന്നില്ല. അവർക്ക് എന്താണോ സ്വാതന്ത്ര്യം, അവരെന്താണോ ചിന്തിക്കുന്നത് അത് നാടകമായി അവതരിപ്പിക്കാനുള്ള ഭാഗ്യം ലഭിച്ച എഴുത്തുകാരാണ് അവർക്ക്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ മുന്നിൽ 15, 20, 25 ലക്ഷം രൂപയൊക്കെ മുടക്കുന്ന ഒരു പ്രൊഡ്യൂസറോ ആ മുടക്കുമുതൽ തിരിച്ചു വരണമെന്നുള്ള ആഗ്രഹവും ഒക്കെ ആയിട്ടുള്ള ഒരു പരിമിതികളുടെ നാടക രചന നിർവഹിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നാലും അതിനകത്തൊക്കെ നിന്നുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ വർഷം ഞാൻ എഴുതിയ ഒരു നാടകത്തിലൂടെ ഞാൻ ക്രിസംഗി എന്നൊരു ശബ്ദം പേർന്ന ഒരാളുമാണ്. ഞാൻ ഈ അജിത് ഡോവലിനെ പറ്റി വായിക്കുകയും പഠിക്കുകയും അദ്ദേഹത്തെ വല്ലാതെ ആരാധിക്കുന്ന ഒരാളെന്ന നിലയിൽ അദ്ദേഹമാണോ അല്ല അദ്ദേഹമല്ലേ ആണ് എന്ന് തോന്നുന്ന രീതിയിൽ ഞാനൊരു നാടകം എഴുതി. അദ്ദേഹത്തിന്റെ ജീവിതം ഈ നാടകം വല്ലാതെ സ്വീകരിക്കപ്പെടുമ്പോൾ ഞാൻ സോഷ്യൽ മീഡിയയിൽ വല്ലാതെ ആക്രമിക്കപ്പെടുന്നു. അപ്പൊ ദേശസ്നേഹത്തെ പറ്റി പറഞ്ഞാൽ അത് എങ്ങനെയാണ് ഇങ്ങനെ ആയി പോകുന്നത്? സംഖ്യയായി പോകുന്നതോ കൃസംഖ്യയായി പോകുന്നതോ? ദേശസ്നേഹം ഒരു പാപമാണെന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹം ജീവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഛത്രപതി എന്ന് പറയുന്ന നാടകം ഇറങ്ങുന്നത്. ദേശസ്നേഹം ഒരു പാപമാണ്. ദേശസ്നേഹത്തെ പറ്റി പറയുന്നത്, എഴുതുന്നത്, പ്രസംഗിക്കുന്നത് ഒരു പാപമാണെന്ന് വിശ്വസിക്കുന്ന ഒരു ഭൂരിപക്ഷ സമൂഹം നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ സാംസ്കാരിക ലോകത്തും നമ്മുടെ പൊതുസമൂഹത്തിലും സംഭവിച്ചിരിക്കുന്നു. ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാൻ സാധിക്കും? ഇതിനെ പ്രതിരോധിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഞങ്ങളൊക്കെ അതിനെപ്പറ്റിയൊക്കെ വല്ലാതെ വേവലാതി കൊള്ളുന്ന ഒരാളാണ്. ഈ കക്കുകളി എന്ന് പറയുന്ന ഒരു നാടകം ഉണ്ടായിരുന്നു. ഇവിടുത്തെ കന്യാസ്ത്രീകളെയും അച്ഛന്മാരെയും ബിഷപ്പുമാരെയും ഒക്കെ വല്ലാതെ വിമർശിക്കുന്ന ഒരു നാടകമാണ്. ആ നാടകത്തിന് ഈ കേരള സംഗീത നാടക അക്കാദമി പോലുള്ള സ്ഥാപനം വേദി ഒരുക്കി കൊടുക്കുകയും അതിൻ്റെ മുന്നിലേക്ക് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി കൊണ്ടുവന്നിരുത്തി കൈയടിപ്പിക്കുകയും ചെയ്യുകയും കേരള സ്റ്റോറി എതിർക്കുകയും ചെയ്യും. യവന്മാരുടെ ഈ ഇരട്ടത്താപ്പിന് ഈ തന്തയ്ക്ക് പുറക്കാഴിക്ക് എന്താണ് പറയുക? ഇത് സംഭവിക്കുക, ഇത് കേരളത്തിൽ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇത്തരം കാര്യങ്ങൾ, ഇത്തരം വൃത്തികേടുകൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വൃത്തികേടുകൾക്കെതിരെ എന്നാണ് ജാഗരൂകരാകുന്നത് എന്നൊക്കെ ഞങ്ങളൊക്കെ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. നാടകം എന്ന് പറയുന്ന കലയെപ്പറ്റി സംസാരിക്കുമ്പോൾ തന്നെ ചരിത്രകാരന്മാരെല്ലാം പറയുന്നത് ഗ്രീസിലാണ് ഉണ്ടായത്. ഗ്രീസാണ് പറയുന്നത്. എല്ലാം നമുക്ക് വിദേശത്തുണ്ടാകണം. ഈ രാമായണത്തിൽ നാടകം കിടപ്പുണ്ട്. ഉത്തരരാമായണത്തിൽ, രാമചരിതത്തിൽ രാമന്റെ സദസ്സിൽ നാടകം നടക്കുന്നു. രാമലക്ഷ്മണന്മാരും കൊട്ടാരം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നു. നാടകം നടക്കുന്നത് രാമന്റെ ജീവിതകഥ തന്നെയാണ്. രാമന്റെ ജീവിതകഥ കൊട്ടാരത്തിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ രാമനും ലക്ഷ്മണനും പ്രജകളും മുഴുവൻ ഇരുന്ന് നാടകം കാണുക. ഇതാ സീത അഗ്നിപ്രവേശം ചെയ്യുന്ന രംഗവെത്തി. സീത അഗ്നിപ്രവേശം ചെയ്യുന്ന രംഗമെത്തുമ്പോൾ രാമൻ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്ന് മുന്നോട്ട് ആഞ്ഞിരിക്കുക. സീത അഗ്നിപ്രവേശം നടത്തുന്ന രംഗമെത്തിയപ്പോൾ രാമൻ അറിയാതെ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റ് പോയി. അരകിലേക്ക് നോക്കി ഉറക്കം വിളിച്ചു പറഞ്ഞു, അരുത് സീത, അരുതെന്ന്. ഉത്തര രാമചരിതമാണ് പറയുന്നത്.
ആർട്ടിസ്റ്റുകൾ സ്തബ്ധരായിപ്പോയി, പ്രജകൾ സ്തബ്ധരായിപ്പോയി. ഒരു നാടകത്തിൻ്റെ മുമ്പിൽ മര്യാദാ പുരുഷോത്തമൻ രാമൻ രാജാവ് അറിയാതെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അരുത് സീത അരുതെന്ന് പറയുക. ലക്ഷ്മണൻ പതുക്കെ കയ്യിലേക്ക് പിടിച്ച് ഇരുത്തിയിട്ട് പറഞ്ഞു, ചേട്ടാ അത് നാടകമാണ്. ഇതാണ് നാടകം. നാടകം ഇതാണ്. അദ്ദേഹം ജീവിതത്തിൽ പറഞ്ഞില്ലായിരുന്നു അരുതെന്ന്. നാടകം കണ്ടപ്പോൾ പറഞ്ഞു പോയി. ഇങ്ങനെ പറയിപ്പിക്കാൻ പ്രാപ്തിയുള്ള ഒരു കലാരൂപം ഈ ഭാരതത്തിൽ ആ കാലത്തുണ്ട്. ഞാൻ വായിച്ച രാമായണത്തിൽ ഹനുമാൻ ലങ്കയിലേക്ക് ചാടിയിട്ട് അവിടെ ചെന്നിട്ട് ആദ്യമായി രാവണനെ കാണുന്നത് അവിടുത്തെ തിയേറ്ററിലാണ്, അവിടുത്തെ നാടകശാലയിൽ. സ്വർണ്ണ നിർമ്മിത നാടകശാല. അപ്സരസുകളെ വെല്ലുന്ന സുന്ദരികളോടൊപ്പം നൃത്തം ചെയ്ത് ക്ഷീണിതനായി തൽപ്പത്തിൽ കിടക്കുന്ന രാവണനെ കാണുക. രാമായണത്തിൽ നാടകം കിടക്കുക. അപ്പൊ എങ്ങനെ ഗ്രീസിൽ ഇതുണ്ടായി എന്ന് പറയുന്നു. എല്ലാ കലയും ഈ നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത് മിമിക്സ് പരേഡ് എന്ന് പറയുന്ന ഒരു കലാരൂപം. ഞാനൊക്കെ ധരിച്ചു വെച്ചിരുന്നത്, ഞാനിത് ആദ്യമായിട്ട് കാണുന്നത് ആലപ്പി അഷ്റഫ്, നെടുമുടി വേണു, ഫാസിൽ ഇവർ 3 പേരോട് അവതരിപ്പിക്കുമ്പോൾ, അതിന് മുമ്പ് SP പിള്ള അവതരിപ്പിച്ചു എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്. ഇവർ 3 പേരോട് വന്നിട്ട് പ്രേംനസീറിനെയും ദേവാനന്ദിനെയും ഒക്കെ കാണിക്കുമ്പോൾ നമ്മൾ വല്ലാതെ കൈയടിച്ച് വെച്ചിരിക്കുകയും ഭയങ്കരമായിട്ട്. ഇതാ രാമായണം വായിക്കുമ്പോൾ അതിനകത്ത് കിടക്കുന്ന മിമിക്രി. ഈ വനവാസ കാലത്ത് അറിയാം എല്ലാവർക്കും, സീതയുടെ മുമ്പിൽ ഒരു സ്വർണ്ണമാൻ, ഒരു വർണ്ണമാൻ ഓടിക്കളിക്കുക. ഈ മാനിനെ എനിക്ക് പിടിച്ച് മാരീചൻ എന്ന് പറയുന്ന രാക്ഷസൻ മാനിന്റെ വേഷത്തിൽ വന്ന് കളിക്കുക. സീതയുടെ അടുത്തും അകലെയുമായി ഓടി 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 കളിക്കുന്ന മാനിനെ പിടിക്കാൻ സീതയ്ക്ക് പറ്റില്ല എന്ന് സീതയ്ക്ക് മനസ്സിലായി. അപ്പൊ ഈ മാനിനെ വല്ലാതെ മോഹിച്ചു പോയി. സീതയെ ഭ്രമിപ്പിച്ചുകൊണ്ട് ആ തന്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത സൗന്ദര്യത്തോടെ ഒരു മാൻകുട്ടി ഓടി കളിക്കുന്നു. രാമനോട് പറഞ്ഞു, എനിക്ക് ആ മാനിനെ വേണം, ജീവനോടെയോ അല്ലാതെയോ. രാമൻ ഈ മാനിന്റെ പിന്നാലെ പോവാ. രാമനെയും അകലെയും അടുത്തുമൊക്കെയായി ഇതാ രാമനും മാനുമായി ഒളിച്ചേ കണ്ടേ കളിക്കുക. മാരീചൻ എന്ന രാക്ഷസൻ രാമനോട് ഒളിച്ചേ കണ്ടേ കളിക്കുക. രാമന് മനസ്സിലായി ഇത് മായയാണ്, ഇവനെ അമ്പ ഇത് കൊല്ലാതെ പിടിക്കാനൊക്കില്ല എന്ന് കരുതി രാമൻ ഈ മാനിലേക്ക് അമ്പയക്കുമ്പോൾ മാരീചൻ രാമന്റെ ശബ്ദത്തിൽ നിലവിളിച്ചു. ഭാരത ചരിത്രത്തിൽ ഏറ്റവും പരമപവിത്രയായ സ്ത്രീ സീതാദേവിക്ക് പോലും സംശയം തോന്നാത്ത രീതിയിൽ രാമന്റെ ശബ്ദം അനുകരിച്ച മാരീചനാണ് മിമിക്രിയുടെ പേറ്റന്റ്. അല്ലേ? അതൊന്ന് വായിച്ചാൽ നമുക്ക് എന്താണ് ഇതൊക്കെ പറയാൻ, ഇതൊക്കെ ഏറ്റുപറയാൻ, ഇതൊക്കെ അടയാളപ്പെടുത്താൻ പറ്റാതെ പോകുന്നത്. ഈ ഭിന്നശേഷിക്കാരെ പറ്റി നമ്മുടെ സുപ്രീം കോടതി ഉൾപ്പെടെ ചിന്തിച്ചതെന്നാ, ഭിന്നശേഷിക്കാരെ ലോകം തന്നെ ചിന്തിച്ചതെന്നാ, ഇങ്ങനൊരു വർഗമുണ്ട്. വനവാസം കഴിഞ്ഞ് ശ്രീരാമൻ തിരിച്ചു വരുന്നു. ജനപദം മൊത്തം ശ്രീരാമനെ സ്വീകരിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നു സന്തോഷത്തോടു കൂടി. ശ്രീരാമന്റെ അയോധ്യ പ്രവേശത്തിൽ ഇതാ ആ ആഘോഷങ്ങളിൽ പങ്കെടുക്കാതെ കുറെ പേർ ക്ഷീണിതരായി മാറി നിൽക്കുന്നു. രാമൻ ഒപ്പം നിൽക്കുന്നവരെ മാത്രമല്ല മാറി നിൽക്കുന്നവരെ നോക്കുന്നവനായതുകൊണ്ട് ഈ മാറി നിൽക്കുന്നവരെ നോക്കി അവർ ക്ഷീണിതരാണ്, അവർക്ക് പ്രതിഷേധമുണ്ട് എന്ന് മനസ്സിലാക്കി അവരെ വിളിച്ചു. നിങ്ങൾ എന്താണ് ഈ ആഘോഷത്തിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്നത്? ഞങ്ങൾ നിന്നെ യാത്രയാക്കാൻ നേരം വന്നതാ. 13 വർഷങ്ങൾക്ക് മുമ്പോ, അതെ 13 വർഷങ്ങൾക്ക് മുമ്പ് നിന്നെ യാത്രയാക്കാൻ വേണ്ടി വന്നതാ ഞങ്ങൾ.
അയോധ്യ മുഴുവൻ, ഇവിടുത്തെ ജനത മുഴുവൻ കരഞ്ഞുകൊണ്ട് നിന്നെ യാത്രയാക്കുമ്പോൾ ഞങ്ങളും ആ സങ്കടത്തോടെ യാത്രയാക്കാൻ വന്നു. എന്നിട്ട് പോയില്ലേ? ഇല്ല, ഞങ്ങളോട് പോകാൻ പറഞ്ഞില്ല. അങ്ങ് പറഞ്ഞു, ആണുങ്ങൾ മടങ്ങിപ്പോണം, സ്ത്രീകൾ മടങ്ങിപ്പോണം, പുരുഷന്മാർ മടങ്ങിപ്പോണം, കുട്ടികൾ മടങ്ങിപ്പോണം. ഞങ്ങൾ ആണും പെണ്ണുമല്ല, പിന്നലിംഗക്കാർ. നീ ഞങ്ങളെ അഡ്രസ് ചെയ്യാത്തത് കൊണ്ട് മടങ്ങാതെ കാത്തു നിൽക്കുകയായിരുന്നു. നീ വരുമ്പോൾ ചോദ്യം ചെയ്യാൻ. എന്താണ് കൃതി? അതുകൊണ്ടാണ് ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ക്ലാസിക്കായി അത് നിലനിൽക്കുന്നത്. ഭിന്നശേഷിക്കാരെ കൊണ്ട് രാമനെ ചോദ്യം ചെയ്യിപ്പിച്ചു. വാൽമീകി അടയാളപ്പെടുത്തിയില്ലേ ഭിന്നശേഷിക്കാരെ, ഭിന്നലിംഗക്കാരെ, ഭിന്നലിംഗക്കാരെ അടയാളപ്പെടുത്തി ആ കൃതിയിൽ. പക്ഷി മൃഗാദികളെ, ഒരു തവളക്കുഞ്ഞിനെ പോലും വെറുതെ വിട്ടില്ല വാൽമീകി. സീതാ അന്വേഷണത്തിൽ ഞാൻ അങ്ങേ മറന്നുകൊണ്ടല്ല പുസ്തകത്തിൽ ഇത് പറയും. ഇവരെല്ലാം പറഞ്ഞതുകൊണ്ട് ഞാൻ ശിവജിയെ പറ്റി പറയുന്നില്ല. ശിവജി അവതരിപ്പിക്കപ്പെടുമ്പോൾ ഞാൻ അതിൻ്റെ മുന്നിലുണ്ടാകും, പിന്നിലും എല്ലാവിധ സഹായങ്ങളും നൽകും. ഈ നാടകമെന്ന് പറയുന്നത് രചിത പാഠത്തിൽ നിന്നും അവതരണ പാഠത്തിലേക്കൊരു ദൂരമുണ്ട്. ആ രചിത പാഠത്തിൽ നിന്നും അവതരണ പാഠത്തിലേക്കുള്ള ദൂരത്തിൽ ഞാൻ അങ്ങയോടൊപ്പം സഹായിയായി ഒപ്പമുണ്ടാകുമെന്ന് വാക്കുകൾ ഈ ഇത്രയും പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുകയാണ്. ഈ സീതാദേവിയെ അപഹരിച്ചുകൊണ്ട് പോയി സീതാന്വേഷണം നടത്തി തെരഞ്ഞൊരു മുട്ടാക്കുന്നിൽ കയറി മുകളിലെത്തിയപ്പോൾ രാമലക്ഷ്മണന്മാർ വല്ലാതെ ക്ഷീണിച്ചു. നീ ഇത്തിരി നേരം ഇരുന്ന് വിശ്രമിച്ചിട്ട് പോകാം. ഇവരുടെ ഈ വില്ലൊന്ന് ചാരി വെക്കാൻ ഒരു മരക്കാല് പോലും ഇല്ലാത്ത സ്ഥലത്താ ഇവർ രണ്ടുപേരും തങ്ങളുടെ വില്ല് നിലത്തേക്ക് കുത്തി താഴ്ത്തി വെച്ചു. എന്നിട്ടിരുന്ന് വിശ്രമിച്ചു. ലക്ഷ്മണനൊന്നും മയങ്ങിപ്പോയി. രാമന് മയങ്ങാനൊക്കത്തില്ല. കാരണം തൻ്റെ ഹൃദയമാണ്, ജീവിതത്തിൻ്റെ നേർപ്പാതിയാണ് മോഷ്ടിക്കപ്പെട്ടത്. തട്ടി അനുജനെ ഉണർത്തിയിട്ട് പറഞ്ഞു, സീതാദേവിയെ അന്വേഷിക്കേണ്ട, എഴുന്നേറ്റു. രാമൻ ഈ വില്ല് വലിച്ചൂരിയപ്പോൾ അതിൻ്റെ അഗ്രത്തിൽ കിടന്നൊരു തവളക്കുഞ്ഞ്, ഒരു തവളയുടെ നെഞ്ചിലേക്കാണ് ഈ വില്ല് ഇറങ്ങിയിരിക്കുന്നത്. രാമൻ ഈ തവളക്കുഞ്ഞിനോട് ഇങ്ങനെ കൈകൊണ്ട് തട്ടി താഴേക്ക് ഇട്ടു. ഇത് കിടന്ന് പിടയ്ക്കുന്നുണ്ടപ്പോൾ ഹൃദയം നൊന്നിട്ട് പറഞ്ഞു, തവളക്കുഞ്ഞെ, എൻ്റെ വില്ലിൻ്റെ അഗ്രം നിന്റെ ശരീരത്തിൽ സ്പർശിച്ചപ്പോൾ നീ ഒരു ശബ്ദം മുഴക്കി എൻ്റെ ശ്രദ്ധയെ ക്ഷണിച്ചിരുന്നെങ്കിൽ എനിക്ക് നിന്നെ ഇങ്ങനെ അപകടപ്പെടുത്താതിരിക്കാൻ കഴിയുമായിരുന്നു. അപ്പോൾ ആ തവളക്കുഞ്ഞ് പറഞ്ഞു, വേദന വരുമ്പോൾ റാം റാം എന്ന് വിളിച്ച് കരയണം എന്ന് അമ്മ പഠിപ്പിച്ചിട്ടുണ്ട്. രാമൻ തന്നെ വേദനിപ്പിക്കുമ്പോൾ ഞാൻ ആരെ വിളിച്ച് കരയും? എന്താണ് കൃതി? എന്താണ് കൃതി? ഈ കൃതിയെ ഓരോ വാചകത്തിലൂടെ ഈ ഭാരതം പെറ്റിട്ട ഇതിഹാസത്തെ, ചരിത്രത്തെ വ്യാഖ്യാനിച്ച് അടയാളപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം ഓരോ ഭാരതീയനും അവകാശപ്പെട്ടതാണ്. അത് ചെയ്യാതിരിക്കുന്നിടത്ത് നമ്മൾ പരാജയപ്പെട്ടു പോകും. അത് ചെയ്യാതിരിക്കുന്നിടത്താണ് ഈ നമ്മുടെ പരാജയവും കിടക്കുന്നത്. അത് ഓരോരുത്തരും അങ്ങനൊരു ദൗത്യം ഏറ്റെടുക്കേണ്ട കാലവുമാണിത്. അങ്ങനൊരു വലിയ മഹത്തായ കർമ്മമാണ് ഛത്രപതി എന്ന നാടകത്തിലൂടെ മധുചേട്ടൻ നിർവഹിച്ചിരിക്കുന്നത്. ശിവജിയുടെ ജീവിതത്തെ അക്ഷരപ്രതി അനുകരിക്കുകയായിരുന്നു, അല്ല അതിനൊരു ഫിക്ഷണൽ വ്യാഖ്യാനമാണ്. അത് ഹൃദയസ്പർശിയായി എഴുതി വച്ചിരിക്കുന്നു, നാടകീയമായി. അത് അരങ്ങിലെത്തുമ്പോൾ അതൊരു നവ്യാനുഭവമായിരിക്കും. മലയാള നാടകവേദിക്ക് വളരെ വലിയ സംഭാവന നൽകാൻ പ്രാപ്തിയുള്ള ഒരു നാടകമായി അതൊരു അരങ്ങനുഭവമായി മാറാൻ ശ്രമിക്കണം.
നാടകത്തിന് അത്ര ശക്തിയാണ്. ഞാൻ നാടകത്തിൻ്റെ ശക്തിയെ പറ്റിയൊക്കെ പറഞ്ഞിരുന്നു. നാടകം എപ്പോഴും ഒരു ചൂണ്ടുവിരലിൻ്റെ ധർമ്മം നിർവഹിക്കുന്ന കലാരൂപം കൂടിയാണ്. ഞാൻ വായിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ നാടകം ഏതെന്ന് ചോദിച്ചാൽ ഷേക്സ്പിയറിൻ്റെ അല്ല, ക്രിസ്റ്റഫർ മാർലോയുടെ ഡോക്ടർ ഫൗസ്റ്റസ്. ഡോക്ടർ ഫൗസ്റ്റസ് ആണ് ഞാൻ വായിച്ചിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠമായ നാടകം. ക്രിസ്റ്റഫർ മാർലോ ജീവിച്ചിരുന്നെങ്കിൽ ഷേക്സ്പിയറിനെക്കാട്ടിലൊക്കെ മുകളിൽ പോകുന്ന ഒരു നാടകൃത്തായി മാറിയാണ്. ക്രിസ്റ്റഫർ മാർലോ കൊല്ലപ്പെടുകയായിരുന്നു. ക്രിസ്റ്റഫർ മാർലോയുടെ ജീവിതം തന്നെ ഒരു നാടകത്തിനുള്ളതാണ്. ആ നാടകത്തിൻ്റെ വിഷയം ഒരു ഡോക്ടർ ഫൗസ്റ്റസിന്റെ മുമ്പിൽ ഒരു ചെകുത്താൻ പ്രത്യക്ഷപ്പെടുക. ചെകുത്താൻ പ്രത്യക്ഷപ്പെട്ടിട്ട് ഡോക്ടർ ഫൗസ്റ്റസിനെ വല്ലാതെ പുകഴ്ത്തുക. നിന്നേക്കാൾ യോഗ്യനായി, നിന്നേക്കാൾ സുന്ദരനായി, നിന്നേക്കാൾ ധീരനായി, നിന്നേക്കാൾ ബുദ്ധിയുള്ളവനായി മറ്റൊരാളില്ല. ഇങ്ങനെയൊക്കെ പറയുന്ന കൂട്ടത്തിൽ പറയുന്നു, നിനക്കൊരു കുറവുണ്ട്, ആ കുറവ് ഞാൻ പരിഹരിച്ചു തരാം. നിന്നേക്കാൾ സൗന്ദര്യമുള്ള, നിന്നേക്കാൾ ധനവാനായ, നിന്നേക്കാൾ ധീരനായ, അങ്ങനെ എല്ലാ കഴിവുകളും ഒത്തടങ്ങിയ നിന്നേക്കാൾ മഹാനായ ഒരുത്തനില്ല, പക്ഷെ നിനക്കൊരു കുറവുണ്ട്. ഗ്രീസിന്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച നിർണായക നിമിഷങ്ങളെ ആവാഹിച്ച് നിന്റെ മുന്നിൽ നിർത്തി ആ കഥാപാത്രങ്ങളോട്, ആ ചരിത്ര പുരുഷന്മാരോട് സംവദിക്കാനുള്ള ശേഷി നിനക്കുണ്ടോ? സോക്രട്ടീസിനോട്, പ്ലേറ്റോയോട്, ഡയോജനസിനോട്, അരിസ്റ്റോട്ടലിനോട് ഇതൊക്കെ സംസാരിക്കാനുള്ള ഒരു ശേഷി നിനക്ക് തരാം. ആദ്യമായി അയാൾ അവഗണിച്ചു. പിന്നെ അയാളുടെ മുറിയിൽ നടന്നുകൊണ്ട് ആലോചിച്ചു. ഗ്രീസിന്റെ ചരിത്രത്തിൽ ഒരു പെണ്ണിന് വേണ്ടി ഒരു വലിയ യുദ്ധം നടന്നു, ട്രോജൻ വാർ. ട്രോജൻ വാറിന് കാരണം ഒരു പെണ്ണാണ്, ഹെലൻ. ഗ്രീസിലേതോ എത്രയോ കൊല്ലം ലക്ഷങ്ങൾ വെട്ടി മരിച്ചു ഒരു പെണ്ണിന് വേണ്ടി. ആയിരക്കണക്കിന് കൊട്ടാരങ്ങൾ തകർത്തു ഒരു പെണ്ണിന് വേണ്ടി. ആയിരക്കണക്കിന് കപ്പലുകൾ തീയിട്ടു ഒരു പെണ്ണിന് വേണ്ടി. അപ്പോൾ അവൾ ആരായിരിക്കും? ആ പെണ്ണിനെ ഒന്ന് കാണാനുള്ള ഒരു ഭാഗ്യമുണ്ടാകുമോ? ചെകുത്താനെ വരുത്തി ചോദിച്ചു, എനിക്ക് ട്രോജൻ വാറിന് കാരണക്കാരിയായ ആ പെണ്ണിനെ, ഹെലനെ കാണാൻ സാധിക്കുമോ? ഉറപ്പായും സാധിക്കും. ആ കഴിവ് ഞാൻ നിനക്ക് തരാം. പക്ഷെ ഒരു കാര്യമുണ്ട്, നീ നിന്റെ ആത്മാവ് എനിക്ക് തരണം. ഹെലനെ ഉൾപ്പെടെ കാണാനുള്ള ഭാഗ്യം ലഭിക്കുക എന്ന് പറയുമ്പോൾ ആത്മാവ് എന്തിനാ കൊടുത്തു? ആത്മാവ് കൊടുത്ത് ഈ കഴിവ് നേടി. ഈ കഴിവ് കിട്ടിയ ഫൗസ്റ്റസ് ആദ്യമേ ഈ ട്രോജൻ വാറിന് കാരണക്കാരിയായ ഹെലനെ ആവാഹിച്ച് തന്റെ മുന്നിൽ നിർത്തി. ഇതാ MT ഒക്കെ പറയുന്നത് പോലെ സ്വർണദീപത്തിലെ നെയ്വില കൊലി പോലെ ഒരു പെണ്ണ് തന്റെ മുന്നിൽ കത്തി ജ്വലിച്ച് നിൽക്കുന്നു. അവിടെ വെളിച്ചം വേണ്ട, 1000 കോടി സൂര്യപ്രഭയോടെ ഒരു പെണ്ണ് കണ്ണു മഞ്ഞളിച്ചു പോയി. പിന്നാക്കമൊന്നും പാഞ്ഞു ഇരുന്നു. ശേഷം എഴുന്നേറ്റ് ബോധം തിരിച്ചു കിട്ടിയപ്പോൾ എഴുന്നേറ്റ് ചെന്നിട്ട് ഈ ഹെലന്റെ 2 കവിളുകൾ കൈവെള്ളയിലേക്ക് എടുത്തിട്ട് പറഞ്ഞു, ഓ ഹെലൻ, നിനക്ക് വേണ്ടിയാണ് ഗ്രീസിൽ ലക്ഷങ്ങൾ വെട്ടി മരിച്ചത്. നിനക്ക് വേണ്ടിയാണ് ഗ്രീസിൽ 10,000 കപ്പലുകൾ തകർത്തത്. നിനക്ക് വേണ്ടിയാണ് ഹീലിയം എന്ന പട്ടണം തന്നെ നശിപ്പിക്കപ്പെട്ടത്. നീ എന്നെ ഒരു ചുംബനം കൊണ്ട് ധന്യനാക്കാൻ. ഹെലൻ അവനെ കെട്ടിപ്പിടിച്ച് അവരുടെ ചുണ്ടുകളിൽ അമർത്തി ചുംബിച്ചപ്പോൾ അവൻ ഞെട്ടി പിന്നിലേക്ക് മാറിപ്പോയി. ആസ്വദിക്കാൻ കഴിയുന്നില്ല. മണ്ണ് വാരി വായിലിട്ടതുപോലെ തൻ്റെ ഓർമ്മയിലെ, തൻ്റെ അറിവിലെ, ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരി എന്ന് അവകാശപ്പെടുന്ന ഹെലൻ തൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചപ്പോൾ ആസ്വദിക്കാൻ കഴിയാത്ത പോയി. കാരണം ആത്മാവ് നഷ്ടപ്പെട്ടു പോയി. അവന് മണമില്ലാതായി. അവൻ്റെ കയ്യിൽ നിന്ന് രുചി അകന്നുപോയി. അവൻ്റെ കയ്യിൽ നിന്ന് വികാര വിചാരങ്ങൾ മുഴുവൻ അകന്നുപോയി. ആത്മാവ് നഷ്ടപ്പെടുത്തി നേടുന്നത് എന്തും അപകടമാണ് എന്ന പാഠവുമായി ഒരു നാടകം അവിടെ ആരംഭിക്കുന്നു. 1000 ആണ്ട് ഈ പീഡനം സഹിക്കാൻ ഞാൻ തയ്യാറായി, എനിക്ക് എൻ്റെ ആത്മാവ് വടക്കിത. ഭാരതത്തിൽ ഒരു ആത്മാവുണ്ട്, എത്രയോ വർഷം പഴക്കമുള്ള ഒരു ആത്മാവ്. ആ ആത്മാവിനെ കയ്യിൽ വെച്ചുകൊണ്ട് അത് അടുത്തിരിക്കുമ്പോൾ അത് നഷ്ടപ്പെട്ടവരായി ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണോ നമ്മൾ?
സുഹൃതങ്ങളുടെ ഒരു, ഞാൻ സംസാരിച്ചാൽ വളരെ വല്ലാതെ ദീർഘിച്ചു പോകും. എനിക്ക് 20 മിനിറ്റ് തന്നേക്കുന്നത്. ഞാൻ നാടകത്തേക്ക് കണ്ടെത്തിയിരിക്കുന്നത് ഉപനിഷത്തുകളിൽ നിന്നൊക്കെയാണ് കേട്ടോ. ഈ നചികേതസിന്റെ കഥയൊക്കെ വരുമ്പോൾ അത് നാടകമായിട്ട് എഴുതിയേക്കുന്നത് അല്ലേ? കഠോപനിഷത്ത് നാടകം. ഞാൻ ഷാബുവിനോടത് പറഞ്ഞിട്ടുണ്ട്. നാടകമൊക്കെ അവിടങ്ങളിലേക്ക് കിടക്കുകയാണ്. ഈ ആത്മാവിനെ അന്വേഷിച്ചു പോകാതെ, ഈ ആത്മാവിനെ പുതിയ തലമുറയുടെ മുന്നിലേക്ക് എടുത്തു വെക്കാതെ നമ്മൾ ആത്മാവ് നഷ്ടപ്പെട്ടവരായി ജീവിച്ചാൽ ഇനിയും നമ്മൾ അധിനിവേശത്തിൻ്റെ, അക്രമത്തിൻ്റെ ഒക്കെ അടിമകളായി മാറും. ചിന്തയുള്ളവരായി മാറട്ടെ, ബോധ്യങ്ങളിലേക്ക് കണ്ണു തുറക്കട്ടെ. ലോകത്തിലെ ഏറ്റവും വലിയ ദൈവം, ഈശ്വരൻ എന്താണ് ബ്രഹ്മം എന്ന ചോദ്യത്തിനൊരു ഉത്തരവുണ്ട് ഋഗ്വേദത്തിൽ. ബ്രഹ്മം എന്താണ്? അതിനും വലിയൊരു ഉത്തരവില്ല. ഈ പറയപ്പെടുന്ന ആള് പരിഭാഷ ചെയ്ത ഋഗ്വേദം. ഏതൊന്നു വാക്കുകൊണ്ട് ആവിഷ്കരിക്കാനാകാത്തതും വാക്കിനെ ആവിഷ്കരിക്കുന്നതുമാണോ? കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തതും കണ്ണിനെ കാണിക്കുന്നതുമാണോ? ചെവി കൊണ്ട് കേൾക്കാൻ കഴിയാത്തതും ചെവിയെ കേൾപ്പിക്കുന്നതുമാണോ? മനസ്സുകൊണ്ട് മനനം ചെയ്യാൻ കഴിയാത്തതും മനസ്സിനെ മനനം ചെയ്യിക്കുന്നതുമാണ്. അതാണ് ബ്രഹ്മം. കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല, പക്ഷെ കണ്ണിനെ കാണിക്കുന്നത് അതാണ്. കണ്ണിന് കാഴ്ച തരുന്നത്. ചെവി കൊണ്ട് കേൾക്കാൻ കഴിയില്ല, പക്ഷെ ചെവിക്ക് കേൾവി എന്ന് പറയുന്ന ഒരു ശക്തി തരുന്നത് അതാണ്. മനസ്സുകൊണ്ട് മനനം ചെയ്യാൻ കഴിയില്ല, പക്ഷെ മനസ്സിനെ മനനം ചെയ്യിക്കുന്നത് അതാണ്. വാക്കുകൊണ്ട് വ്യാഖ്യാനിക്കാൻ കഴിയുന്നില്ല, പക്ഷെ വാക്കിനെ വ്യാഖ്യാനിപ്പിക്കുന്നത് അതാണ്. അതാണ് ദൈവമെന്ന്. ഒരു ഗ്രന്ഥവും അങ്ങനൊന്നും ഈശ്വരൻ ഒരു വ്യാഖ്യാനം ചമച്ചിട്ടില്ല. ഈ പാരമ്പര്യങ്ങളെ അടച്ചുപൂട്ടി കണ്ണാടിക്കൂട്ടിൽ വെച്ചിട്ട് ഇരിക്കുക പാപങ്ങൾ. വീണ്ടും പറയുന്നു, ഈ നിമിഷങ്ങളുടെ ഭാഗ്യത്തെ ഞാൻ മനസ്സിൽ സൂക്ഷിക്കുന്നു. ബഹുമുഖ പ്രതിഭ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരു ക്ലീശ പദം കൊണ്ട് ഞാൻ മധുചേട്ടനെ വ്യാഖ്യാനിക്കുന്നില്ല. കവിയാണ്, ആരല്ല. രാവണന്റെ കാര്യം പറഞ്ഞ പോലെ ആ കാലത്ത് അങ്ങേരെ പോലെ പ്രാസംഗികനായ അറിവില്ല. രുദ്രവീണ വായിക്കും, നർത്തകനാണ്, ധനവാനാണ്, 10 തലയുടെ ബുദ്ധിയുണ്ട്. പക്ഷെ അയാൾക്ക് ഇല്ലാത്ത അഹങ്കാരം എന്ന് പറയുന്ന സാധനം മറിച്ചിടണേ. അയാൾക്ക് അഹം എന്ന ബോധവും ലോകത്ത് എന്ത് നല്ലതുണ്ടെങ്കിലും തനിക്ക് സ്വന്തമാക്കണമെന്നുള്ള ഒരു ആഗ്രഹവും ഇതാഗ്രഹവും ഉണ്ടായിരുന്നു. അതൊഴിച്ച് എല്ലാമുള്ള 10 തലയുള്ള മധുചേട്ടനും ഒടുങ്ങാത്ത കർമ്മശേഷിയും 10 തലയുമുള്ളവരാണ് ഈ 2 പേരും. അവരെയൊക്കെ കൂടിയിരിക്കാൻ കഴിഞ്ഞത് ഭാഗ്യം. നിങ്ങളോടൊപ്പം സംസാരിക്കാൻ കഴിഞ്ഞത് ഭാഗ്യം. എല്ലാ നന്മകളും ദൈവം തന്നത്. നന്ദി, നമസ്കാരം. നന്ദി സർ. അടുത്തത് ആശംസാ ഭാഷണമാണ്. ആശംസ